നാളെ നമുക്ക് മാർഗശീർഷ് വ്യാഴാഴ്ച വളരെ ശക്തിയുള്ള ഒരു ദിവസമാണ്. ഈ ദിവസം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓർമ്മിക്കുക. ഏലയ്ക്ക കൊണ്ട് ഇങ്ങനെ ചെയ്യുക. 4 ഭാഗത്തുനിന്നും ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് പണം ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. കാരണം ഏലയ്ക്ക ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഏലയ്ക്ക കൊണ്ട് ചെയ്യുന്ന പരിഹാരങ്ങൾ തീർച്ചയായും ഫലിക്കും. പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ ഇത്തരം ലക്ഷ്മി വാരങ്ങൾ, അതായത് നമുക്ക് നാളെ മാർഗശീർഷ് മാസത്തിലെ വ്യാഴാഴ്ച ആണല്ലോ വളരെ വളരെ പവിത്രമായത്. അതുകൊണ്ട് ഈ ദിവസം എന്താണെന്ന് വെച്ചാൽ ഏലയ്ക്ക ഉപയോഗിച്ച് ഈ ചെറിയ പരിഹാരം ചെയ്യുക. തീർച്ചയായും ഒന്നുമില്ലാത്തവർ പോലും കോടികൾ സമ്പാദിക്കും. ഏലയ്ക്ക വളരെ വളരെ പവിത്രമായതും വളരെ ശക്തിയുള്ളതും സുഗന്ധദ്രവ്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഏലയ്ക്ക ഉപയോഗിച്ച് ചെയ്യുന്ന പരിഹാരങ്ങളെല്ലാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നന്നായി ഉപയോഗപ്രദമാണെന്ന് പറയാം. അതിനാൽ നാളെ എന്ത് നിയമങ്ങളാണ് പാലിക്കേണ്ടത്, അതുപോലെ നമ്മൾ ഏലയ്ക്ക കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നതിനു മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ വീഡിയോയിലേക്ക് വന്നാൽ, ലക്ഷ്മി വാരം എല്ലാവരും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ലക്ഷ്മിദേവി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. ആ അമ്മ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാടുകളെല്ലാം തീരും. കാരണം ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പണമുണ്ടാകും. പണം വന്നാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പാട് പോകുമല്ലോ. കഷ്ടപ്പാടുകളിൽ നിന്ന് നമ്മൾ പുറത്തുവരണമെങ്കിലും, പലതരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തുവരണമെങ്കിലും അമ്മയുടെ അനുഗ്രഹം നേടണം. അതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിഷ്ഠയോടെ ലക്ഷ്മി ദേവിയെ പൂജിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നാളെ മാർഗശീർഷ് വ്യാഴാഴ്ച രാവിലെ ഉറക്കമുണരുക. അങ്ങനെ ഉറക്കമുണർന്ന് വീടെല്ലാം വൃത്തിയാക്കുക. വീട്ടിൽ മഞ്ഞൾ വെള്ളം തളിക്കുക. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ വീടിന്റെ വാതിൽപ്പടികളിൽ ഭംഗിയായി ഓർമ്മിക്കുക. നമ്മൾ മഞ്ഞൾ പുരട്ടി കുങ്കുമം കൊണ്ട് പൊട്ടുതൊട്ട് മുറ്റത്ത് അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുക. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ ശുചിയായി കുളിച്ച് കഴുകിയ വസ്ത്രങ്ങൾ ധരിക്കുക. ആർക്കാണോ ലക്ഷ്മി കടാക്ഷം ആവശ്യമുള്ളത്, അങ്ങനെയുള്ള സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, കുളിക്കുമല്ലോ. ആ വെള്ളത്തിൽ ഒരു നുള്ള് മഞ്ഞൾ കലർത്തി കുളിക്കുക. അങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ്. സത്യം പറഞ്ഞാൽ മഞ്ഞൾ മംഗളകരമാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ കലർത്തി കുളിച്ചാൽ ശരീരം ശുദ്ധമാകുന്നത്. നമുക്ക് ലക്ഷ്മി കടാക്ഷം ലഭിക്കുന്നതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം മുൻകൂട്ടി കുളിച്ച് കഴുകിയ വസ്ത്രങ്ങൾ ധരിച്ച ശേഷം ദേവിയുടെ ചിത്രം വൃത്തിയാക്കി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് 21 ഏലയ്ക്ക എടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ, മഞ്ഞച്ചരട് ഉണ്ടല്ലോ, അതിൽ കോർത്ത് 21 ഏലയ്ക്ക ഒരു മാല പോലെ ഉണ്ടാക്കുക. 21 ഏലയ്ക്ക കൊണ്ട് ഒരു മാല ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞത് 5 ഏലയ്ക്കയോ 11 ഏലയ്ക്കയോ ലക്ഷ്മിദേവിക്ക് സമർപ്പിക്കാം. എന്നാൽ ഈ ഏലയ്ക്ക മാല ദേവിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ലക്ഷ്മിദേവി നമുക്ക് ഐശ്വര്യവർഷം ചൊരിയുമത്രേ. ഇത് പലരും ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഈ മാർഗശീർഷ് മാസത്തിലെ വ്യാഴാഴ്ചകളിൽ ഏലയ്ക്ക മാല ദേവിക്ക് സമർപ്പിക്കാറുണ്ട്. കാരണം ലക്ഷ്മിദേവിക്ക് ഏലയ്ക്ക വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ, മുൻകൂട്ടി 21 ഏലയ്ക്ക എടുത്ത് മഞ്ഞ നിറമുള്ള നൂലിൽ കോർത്ത് മാലയാക്കി വെക്കുക. ദേവിയെ നിഷ്ഠയോടെ പൂജിക്കുക. പ്രധാനമായി ചുവന്ന പൂക്കൾ കൊണ്ട് ദേവിയെ അലങ്കരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ലഭ്യമായ പൂക്കൾ കൊണ്ട് ദേവിയെ അലങ്കരിച്ച് അതിനുശേഷം ദീപം കൊളുത്തുക.
പശുവിൻ നെയ്യ് ഉപയോഗിച്ച് ദീപം കൊളുത്തുന്നത് വളരെ നല്ലതാണ്. സാധ്യമല്ലെങ്കിൽ സാധാരണയായിട്ടും നമുക്ക് ദീപം വെക്കാം. ദീപം വെച്ചതിനു ശേഷം നിങ്ങൾ ദീപം, ധൂപം, നൈവേദ്യം എന്നിവയോടുകൂടി ലക്ഷ്മി ദേവിയെ പൂജിക്കണം. നമ്മൾ എത്ര ചെയ്തു അത് പ്രധാനമല്ല, എത്ര മനസ്സുവെച്ച് എത്ര ചെയ്തു എന്നതാണ് പ്രധാനം. അതായത് ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരാളെ നോക്കി നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ കഴിവിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ പുഷ്പം ആണെങ്കിൽ പോലും അമ്മയ്ക്ക് സമർപ്പിച്ചു എന്ന് കരുതുക. ലക്ഷ്മിദേവി സന്തോഷിക്കും. ആഡംബരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പൂജകൾ ചെയ്യാൻ പാടില്ല. അത്തരം പൂജകൾ നമുക്ക് ഫലിക്കില്ല. നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ ചെയ്യുക. അതല്ലാതെ ഇല്ലാത്തതിനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സൃഷ്ടിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് പൂജയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുമെന്നോ സാധാരണയായി ദേവിയെ അലങ്കരിക്കും. അതായത് പൂക്കൾ കൊണ്ട് മനോഹരമായി നമ്മൾ പൂക്കളെല്ലാം സമർപ്പിച്ച ശേഷം ദീപം തെളിയിക്കും. നമ്മൾ എള്ളെണ്ണ ഉപയോഗിച്ചാണ് ദീപം തെളിയിക്കുന്നത്. അതിനാൽ എള്ളെണ്ണ ഉപയോഗിച്ച് ദീപം തെളിയിക്കുക. ഒരുപക്ഷേ പശുവിൻ നെയ്യ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ദീപം തെളിയിക്കുക. അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ച് ദീപം തെളിയിച്ച് നിങ്ങൾ എന്തെങ്കിലും പാലട പ്രഥമൻ അല്ലെങ്കിൽ സേമിയ പായസം ഏതാണോ അത് നിവേദിക്കുക. സാധിച്ചില്ലെങ്കിൽ ഒരു ചെറിയ ശർക്കര കഷ്ണം വെക്കുക, 2 പഴങ്ങൾ വെക്കുക, തേങ്ങ ഉടയ്ക്കുക. ഇതെല്ലാം ചെയ്യുക. വേഗത്തിൽ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കും. ഇങ്ങനെ ധൂപം കാണിക്കുക, ദീപം വെക്കുക. അതിനുശേഷം തുളസി ചെടിയുടെ അടുത്ത് നിഷ്ഠയോടെയും നിയമങ്ങളോടെയും ദീപം, ധൂപം, നൈവേദ്യം എന്നിവയോടുകൂടി തുളസിക്കോട്ടയുടെ അടുത്ത് പൂജ ചെയ്യുക. അങ്ങനെ ചെയ്തതിനു ശേഷം നിങ്ങൾ 21 ഏലക്ക മാലയായി കെട്ടിയില്ലേ, അതൊരു മാലയാക്കിയില്ലേ, ആ മാല ലക്ഷ്മിദേവിക്ക് സമർപ്പിക്കുക. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. സത്യം പറഞ്ഞാൽ ഏലക്ക ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടമാണ്. സുഗന്ധദ്രവ്യങ്ങളിൽ ആ ദേവി ഇഷ്ടപ്പെടുന്ന വസ്തുക്കളിൽ ഏറ്റവും പവിത്രമായ വസ്തുക്കളായി ഏലക്കയെ കണക്കാക്കുന്നു. ഏലക്ക കടബാധ്യതകൾ നീക്കി ധനം കൊണ്ടുവരും. ധനപരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ഏലക്ക ഉപയോഗപ്രദമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന ധനത്തിന്റെ വാതിലുകൾ പോലും തുറക്കാൻ ഏലക്കയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഏലക്ക വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നത്. ശാസ്ത്രങ്ങളിലും അതുപോലെയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാൽ ഏലക്ക ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യുക. അമ്മദേവിക്ക് സമർപ്പിച്ച ശേഷം ഏലക്ക എടുത്ത് നിങ്ങൾക്ക് അലമാരയിൽ സൂക്ഷിക്കാം. അതായത് ഏലക്ക എടുത്ത് ഒരു ചെറിയ തുണിയിൽ കെട്ടി അലമാരയിൽ വെക്കാം. അല്ലെങ്കിൽ അലമാരയിൽ വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും വെക്കാം. നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, കടകളുണ്ടെങ്കിൽ, ഏതെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് കരുതുക. അവിടെ പണപ്പെട്ടി ഉണ്ടാകുമല്ലോ, അതിൽ ഈ കെട്ടിവെച്ച അതായത് ഏലക്കായ ഉണ്ടല്ലോ, 21 ഏലക്കായ എടുത്ത് അവിടെ വെക്കുക. നോക്കൂ, ഇത് വെച്ചതിനു ശേഷം നിങ്ങളുടെ ബിസിനസ് എത്ര മനോഹരമായിരിക്കും. നിങ്ങളുടെ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ ഞെട്ടിപ്പോകും. ശരിക്കും ഞങ്ങൾക്ക് വളരെ നന്നായി ഇത് അനുകൂലിച്ചുവെന്ന് പറയും. ഈ പരിഹാരം ഞങ്ങൾക്ക് വളരെ നന്നായി പ്രവർത്തിച്ചുവെന്ന് പറയും. ശരിക്കും അത്ര നല്ല ഫലം ലഭിക്കും. ഏലക്കായ്ക്ക് വളരെ വളരെ പവിത്രതയുണ്ട്. ഏലക്ക ഉപയോഗിച്ച് ഒരു തവണ പരിഹാരം ചെയ്താൽ നമ്മൾ അത് വീണ്ടും വീണ്ടും ചെയ്യും. അത്രയും ശക്തമാണ് ഏലക്കയുടെ പരിഹാരം. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുക. ഇനി ഞങ്ങൾക്ക് മാല ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ 11 ഏലക്ക എടുക്കുക. 11 പുതിയ ഏലക്ക എടുക്കുക. വീട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുക. പക്ഷേ കേടായവ അല്ലെന്ന് ഉറപ്പാക്കുക. ഏലക്ക എത്ര തിളക്കമുള്ളതാണോ അത്രയും വേഗത്തിൽ ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. പച്ച നിറത്തിലുള്ള ഏലക്കയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പക്ഷേ ചിലർക്ക് അത് ലഭിച്ചെന്നു വരില്ല. ലഭിച്ചത് എടുത്താൽ മതി.
അങ്ങനെ എടുത്ത ശേഷം ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കുക. വെറ്റിലയിൽ വെച്ച് ലക്ഷ്മിദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ച് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവയെ പൂജിക്കണം. പൂജിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അവയെ എടുത്ത് ഒരു ചെറിയ തുണിയിൽ കെട്ടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ അലമാരയിൽ സൂക്ഷിക്കാം. വ്യാപാരം ചെയ്യുന്ന സ്ഥലങ്ങളിലും സൂക്ഷിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ 11 വെച്ച് പൂജിക്കുക. ഇങ്ങനെ പൂജിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലോ നിങ്ങളുടെ അലമാരകളിലോ ലോക്കറുകളിലോ എവിടെ വേണമെങ്കിലും വെക്കുക. ഇത് എന്ത് ചെയ്യുമെന്നാൽ ധനത്തെ ആകർഷിക്കും. പണമില്ലാത്ത സ്ഥലത്ത് പണത്തെ, അതായത് സൃഷ്ടിക്കാൻ പണത്തെ ഉണ്ടാക്കാൻ ധനത്തെ കൊണ്ടുവരാൻ ഉപകരിക്കും. അതുപോലെ അല്ലാതെ മറ്റൊന്ന് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ധനദ്വാരങ്ങൾ തുറക്കാൻ ഇത് ഉപയോഗപ്രദമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കൈയിൽ പിടിക്കും, അല്ലേ? കൈയിൽ പിടിച്ച് സങ്കല്പം പറഞ്ഞ് അതിനുശേഷം ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കും. അതുകൊണ്ട് എപ്പോഴാണോ നമ്മൾ ഏലക്ക കൈയിൽ പിടിക്കുന്നത് അപ്പോൾ നമ്മുടെ ധനദ്വാരങ്ങൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തുറക്കും. നല്ല ഫലം കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായും ചെയ്യുക. ഫലം നേടുക. മാറ്റം ഉണ്ടാകും. ആ മാറ്റം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അതുപോലെ എപ്പോഴെങ്കിലും പേഴ്സിൽ ചില്ലിക്കാശു പോലും ഉണ്ടാകില്ല. പണം കൂടുതലായി ചിലവായിക്കൊണ്ടിരിക്കും. എന്റെ പേഴ്സ് എപ്പോഴും ഒഴിഞ്ഞിരിക്കും, എന്തു ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ 2 ഏലക്ക എടുത്ത് ലക്ഷ്മിദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ച് ദീപം, ധൂപം, നൈവേദ്യം എന്നിവയോടെ പൂജിച്ച് അതിനുശേഷം ആ ഏലക്ക നിങ്ങളുടെ പേഴ്സിൽ വെക്കുക. ഇത് വെച്ചിരിക്കുന്നിടത്തോളം കാലം പണം വന്നുകൊണ്ടിരിക്കും. ധനപരമായ പ്രശ്നങ്ങൾ എന്താണോ അത് തീരും. ഇപ്പോൾ പേഴ്സിൽ ചില്ലിക്കാശു പോലും ഇല്ലെങ്കിൽ അവിടെ ഒരു 100 രൂപ കാണാൻ കഴിയുന്നത്ര ഇത് ഉണ്ടാകും. അതായത് നമ്മുടെ കണ്ണിന് 100 രൂപ കാണാൻ കഴിയും. 200 അത് മാറ്റി നിർത്തിയാൽ പണം നമ്മുടെ പേഴ്സിൽ നമ്മുടെ കണ്ണിന് കാണാൻ സാധ്യതയുണ്ട്. വളരെ നല്ല ഫലം ഉണ്ടാകും. വളരെ നല്ല ഫലം നിങ്ങൾ കാണാൻ സാധ്യതയുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തീർച്ചയായും ഇത് ഓർമ്മിക്കുക. ഈ ജോലി ചെയ്യുക. ഇങ്ങനെ ചെയ്ത് ഫലം നേടുക. തീർച്ചയായും മാറ്റം നിങ്ങൾ തന്നെ കാണും. അതുപോലെ എന്താണെന്ന് വെച്ചാൽ എത്ര കഷ്ടപ്പെട്ടാലും പണം ഞങ്ങളുടെ അടുത്തേക്ക് വരില്ല. ധനപരമായ പ്രശ്നങ്ങളാൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നതുപോലെ മറ്റാരും ബുദ്ധിമുട്ടില്ലെന്ന് കരുതുന്നവർ വ്യാഴാഴ്ച രാവിലെ പാദം 10 മുമ്പ് 2 ഏലക്ക എടുത്ത് നമ്മൾ വിളക്ക് വെച്ചാലും ഇല്ലെങ്കിലും 2 ഏലക്ക എടുത്ത് കയ്യിൽ പിടിച്ച് മുഷ്ടി ചുരുട്ടി നമ്മൾ സങ്കല്പം പറയണം. മുഷ്ടി ചുരുട്ടുമ്പോൾ ആ ഏലക്ക മുഴുവൻ നമ്മുടെ ആ ഇതളുകൾക്ക്, അതായത് നമ്മുടെ അവവരകളിൽ സ്പർശിക്കും. അങ്ങനെ സ്പർശിച്ചതിനു ശേഷം നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. അതായത് പണം വരണം. കഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് ലാഭമായി കിട്ടണം. ഞങ്ങളുടെ അനാവശ്യ ചെലവുകൾ കുറയണം എന്ന രീതിയിൽ പ്രതിജ്ഞ എടുക്കുക. അങ്ങനെ പറഞ്ഞതിനു ശേഷം അവയെടുത്ത് അരയാൽ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിടുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നല്ല ഫലം ലഭിക്കും. ഇത് 100-200% ഫലം നൽകുന്ന ഒരു പരിഹാരമാണ്. സത്യം പറഞ്ഞാൽ ഇത് തീർച്ചയായും നിങ്ങൾക്ക് സിദ്ധിക്കും. ഇതിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല എന്ന് പറയാം. അതിനാൽ ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തും ഫലം നേടാം. അതിനാൽ ഈ കാര്യവും ചെയ്തോളൂ. അതിനുശേഷം നാളെ, അതായത് മാർഗശീർഷ് മാസത്തിലെ വ്യാഴാഴ്ചയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം എന്ന് വെച്ചാൽ ഓർമ്മിക്കുക. നിങ്ങളുടെ വീട്ടിലെ മഞ്ഞൾ പാത്രത്തിൽ 2 ഏലക്ക ഇട്ടുവെക്കുക. ഏലക്ക മഞ്ഞൾ പാത്രത്തിൽ ഇടണം. കാരണം ഏലക്ക ഭർത്താവിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ പല സ്ത്രീകളും മഞ്ഞൾ പാത്രത്തിൽ ഏലക്ക ഇടാറുണ്ട്. ഇടുമ്പോൾ സാധാരണയായി ഇടരുത്. കയ്യിൽ പിടിച്ച് സങ്കല്പം പറഞ്ഞതിനു ശേഷം മഞ്ഞൾ പാത്രത്തിൽ ഇട്ടാൽ നമ്മുടെ ഭർത്താവിന്റെ വരുമാനം വർദ്ധിക്കാനും ഭർത്താവിന് ധനപ്രാപ്തി
ഉണ്ടാകാനും ഐശ്വര്യം സിദ്ധിക്കാനും എല്ലാ രീതിയിലും നല്ലത് വരാനും സാധ്യതയുണ്ട്. നല്ല ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലെ മഞ്ഞൾ പാത്രങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. 3 മാസം വരെ സൂക്ഷിക്കാം. 2 മാസം 16 ദിവസം വരെയും സൂക്ഷിക്കാം. അതിനുശേഷം മാറ്റാൻ തോന്നുകയാണെങ്കിൽ അവ എടുത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ കളയാവുന്നതാണ്. ഇങ്ങനെയും നമുക്ക് ഫലങ്ങൾ ലഭിക്കുമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതിനാൽ നാളെ വ്യാഴാഴ്ച വീട്ടിലെ മഞ്ഞൾ പാത്രത്തിൽ 2 ഏലയ്ക്ക ഇട്ടുവെക്കുക. ഭർത്താവിന് വലിയ ധനപ്രാപ്തി ഉണ്ടാകും. ധനയോഗം സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതും നിങ്ങൾക്ക് ഫലപ്രദമാകുമെന്ന് പറയാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. സത്യം പറഞ്ഞാൽ ഏലയ്ക്ക കൊണ്ട് പലതരം പരിഹാരങ്ങൾ ചെയ്യാം. പ്രധാനമായും പണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കണമെങ്കിൽ ഏലയ്ക്ക പരിഹാരം ചെയ്യണമെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഓർക്കുക. ഈ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ അത് അനുഷ്ഠിക്കുക. ഇങ്ങനെ അനുഷ്ഠിച്ച് ഫലം നേടുക. പിന്നെ അതിനുശേഷം മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായും നാളെ നമുക്ക് ലക്ഷ്മി വാരമല്ലേ, ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട മല്ലി പരിഹാരം ചെയ്യുക. സുഗന്ധം ദ്രവ്യങ്ങളാകാം. ഈ സാധാരണയായി ഇവയെല്ലാം ഉണ്ടാകുമല്ലോ. മല്ലി സ്വർണത്തിന് തുല്യമാണെന്ന് പുരാണങ്ങളിൽ പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ധനത്രയോദശി തിഥി ദിവസം നമ്മൾ എന്ത് കൊണ്ടുവന്നില്ലെങ്കിലും മല്ലി വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ ശാസ്ത്രങ്ങളിലും ഇത് പറയുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ മല്ലി എന്നാൽ ലക്ഷ്മി ദേവിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മല്ലി ഉപയോഗിച്ച് ഇപ്പോൾ പറയുന്ന ഈ പരിഹാരം ചെയ്യുക. മല്ലി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ലഭ്യമാണ്. നമ്മുടെ വീട്ടിലും ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രശ്നം മാറണമെങ്കിലും പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ദൈവാനുഗ്രഹം ലഭിക്കണം. ചിലർക്ക് ദൈവാനുഗ്രഹം ലഭിക്കാറില്ല. അങ്ങനെയുള്ളവർ ഒരു ചെറിയ ടീസ്പൂൺ മല്ലി എടുക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളത് എടുക്കുക. ഇതിനായി പുതിയതൊന്നും വാങ്ങേണ്ട. നിങ്ങളുടെ വീട്ടിലുള്ളത് എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സ്പൂൺ മല്ലി എടുക്കുക. നമ്മൾക്ക് ഒരു പ്രശ്നം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ആ പ്രശ്നം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. മാനസികമായി നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഈ പ്രശ്നം കാരണം ഈ പ്രശ്നം മാറാൻ നമ്മൾക്ക് ഒരു പരിഹാരവും ഫലിക്കുന്നില്ലെന്ന് ദുഃഖിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഒരു സ്പൂൺ മല്ലി എടുത്ത് നമ്മൾ ഇടത് കൈയിൽ പിടിക്കണം. അതായത് മല്ലി പരിഹാരപരമായും നമുക്ക് ഉപയോഗിക്കാം. അതായത് സ്വർണ്ണ ലാഭം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്വർണം പണയത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ പോലും പരിഹാരം ചെയ്യാം. ഇങ്ങനെ മല്ലി ഉപയോഗിച്ച് പലതരം പരിഹാരങ്ങൾ ചെയ്യാം. എന്നാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നത്തിൽ നിന്ന് പുറത്തുവരാനും പ്രശ്നം വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ പരിഹാരം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സ്പൂൺ മല്ലി ഇടത് കൈയിൽ പിടിച്ച് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഏത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നത്തെക്കുറിച്ച് പറയുക. അതായത് ഒരു പ്രശ്നം മാത്രം പറയുക. ഇവിടെ 10 പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഫലം ലഭിക്കില്ലല്ലോ. അതുകൊണ്ട് ഒരു പ്രശ്നം പറയുക. ഒരു പ്രശ്നം പറഞ്ഞതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ മല്ലി 11 തവണ തലയ്ക്ക് ചുറ്റും തിരിച്ച് അവയെ കൊണ്ടുപോയി കുറച്ച്, അതായത് ഇങ്ങനെ കാട്ടുചെടികൾ ഉണ്ടാകുമല്ലോ നമ്മുടെ വീട്ടിൽ, അകലെ നിന്ന് അല്പം ദൂരം, വളരെ ദൂരേക്ക് പോകരുത്. അല്പം ദൂരെയായി മല്ലി അവിടെ ഇടുക. അവിടെ ഇട്ട ശേഷം തിരികെ വരാം. അതായത് റോഡുകളിൽ ഇങ്ങനെ ഇടരുത്. വീണ്ടും ചവിട്ടിപ്പോകാതെ അല്പം ദൂരെയായി ഇട്ട ശേഷം വീട്ടിലേക്ക് വരിക. നോക്കൂ, മാറ്റമുണ്ടാകും. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫലം കാണാൻ സാധ്യതയുള്ളത്. കൂടാതെ മറ്റൊന്ന് എന്തെന്നാൽ പതുക്കെ പതുക്കെ പ്രശ്നം പരിഹരിക്കപ്പെടും. അത്രയും മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു പരിഹാരമാണിത്. മറക്കാതെ ഇത് പാലിക്കുക. നാളെ ഇങ്ങനെ, അതായത് മാർഗ്ശീർഷ് വ്യാഴാഴ്ച ഇങ്ങനെ ചെയ്യുന്നത് വഴി, ഇത്തരം ചെറിയ പരിഹാരങ്ങൾ നമ്മൾ ആചരിക്കുന്നത് വഴി നല്ല ഫലങ്ങൾ കാണാൻ സാധിക്കും. അവസരമുണ്ടാകുമെന്ന് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇത് വളരെ വളരെ ശക്തിയുള്ള ഒരു പരിഹാരമാണെന്ന് പറയാം. അതുകൊണ്ട് ഈ പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, ധനം സമ്പാദിക്കുക,
ലക്ഷ്മീദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാകുക. അതുപോലെ നിങ്ങൾ ഇനി തോൽവിയില്ലാത്ത യോഗം നേടുക. തൊട്ടതെല്ലാം പൊന്നാകുന്നതുപോലെ എന്താണെന്ന് വെച്ചാൽ മാറ്റിയെടുക്കുക. ഇനിയും നിങ്ങൾ